ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർവതിക്ക് നെഞ്ചുവേദന വന്നതോടെ നിർമ്മല ഹോസ്പിറ്റലിലേക്ക് പാർവതിയെയും കൊണ്ടുപോവാണ്. അങ്ങനെ ഐസിയുയിലേക്ക് പാർവതിയെ കയറ്റുകയാണ്. അങ്ങനെ നിർമ്മല ഗൗതമിനും നിധിയും ഫോൺ വിളിച്ച് കാര്യം പറയുകയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇന്ന ഹോസ്പിറ്റലിലേക്ക് എത്തണം. പാർവതിക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു, അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ്. ഇപ്പോൾ പാർവതി ഐസിയുയിലാണുള്ളത്. കുറച്ച് സീരിയസ് ആണെന്നാണ് ഡോക്ടർ പറയുന്നത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞ് ടെൻഷനോട് കൂടിയാണ് നിർമ്മല വിളിച്ച് പറയുന്നത്. അതോടുകൂടി ഗൗതമും നിധിയും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഈ സമയം സന്തോഷത്തോടു കൂടി പ്രണവ് വീട്ടിലെത്തുകയാണ്. എന്നിട്ട് സുന്ദരയോട് ചോദിക്കുകയാണ്, ആൻറ്റി എവിടെ, ശിവാനിയും അമ്മയും എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ശിവാനിയും അമ്മയും പുറത്തേക്ക് വരികയാണ് കേട്ടോ. എന്താ പ്രണവ്, നിനക്ക് ഞാനൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. സർപ്രൈസോ? അതൊന്ന് നീ ഗസ് ചെയ്ത് പറ. അപ്പോൾ ശിവാനി ഒരു ഫോണ് പറയുകയാണ്. അതൊന്നുമല്ല. അപ്പോൾ രേണുക പറയണേ, എന്തിനാണ് ഇങ്ങനെ സർപ്രൈസ് നീട്ടിക്കൊണ്ടു പോകുന്നത്? ആ സർപ്രൈസ് അങ്ങ് കാണിച്ചു കൊടുത്തേക്ക് പ്രണവ്. അങ്ങനെ പ്രണവ് അതെടുത്ത് കാണിച്ചു കൊടുക്കാണ്ട് ആ ഒരു ബോക്സ് തുറന്നതോടുകൂടി ശിവാനി അങ്ങ് അതിശയിച്ചു പോവുകയാണ്. അതിലെ ആ നെക്ലസ് കാണുന്ന സമയത്ത്, പ്രണവ്, ഇത് ഞാൻ അന്നൊരു ദിവസം പ്രണവിന് കാണിച്ചു തന്നതല്ലേ, എന്നിട്ടിപ്പോൾ ഇതേ ഡിസൈൻ എവിടെ നിന്നും സംഘടിപ്പിച്ചു? എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറയട്ടെ. അത് കാണുന്ന രേണുകയൊക്കെ അങ്ങനെ അതിശയിച്ചു പോവാണ്. അപ്പോൾ വസുന്ധരയ്ക്കാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ നല്ല ദേഷ്യവും വരുന്നുണ്ട്. എന്നിട്ട് പ്രണവ് ശിവാനിയോട് പറയണേ, നീ ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും എന്നോടൊപ്പം നീ താങ്ങും തണലുമായി നിന്ന നിനക്ക് ഞാൻ എന്തെങ്കിലും ഒരു സമ്മാനം തരാതിരിക്കുന്നത് ശരിയല്ലല്ലോ. എനിക്ക് ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. അത് കഴിഞ്ഞ് CKCയുടെ വീട്ടിൽ ഒരു അഭയാർത്ഥിയെ പോലെ ഞാൻ ജീവിക്കേണ്ടി വന്നു. അപ്പോഴൊക്കെ എനിക്ക് സ്നേഹം തന്ന്, എനിക്ക് ധൈര്യം തന്ന് നീ എന്നോടൊപ്പം നിന്ന നിനക്ക് ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു തരുന്നതല്ലേ അതിൻ്റെ ഒരു ശരി. അത് കേട്ടപ്പോൾ വസുന്ധരയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് പറയണേ, ഇവൾ എന്ത് ചെയ്തു എന്നാടാ നീ പറയുന്നത്? ഇപ്പോൾ ഇവൾക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കേണ്ട സമയമാണോ ഇത്? അങ്ങനത്തെ ഒരു അവസ്ഥയാണോ ഇപ്പോൾ ഉള്ളത്? അപ്പോൾ രേണുക പറയണ, അതെന്താ അങ്ങനെ പറയുന്നത്? ഭർത്താവ് ഭാര്യയ്ക്ക് ഒരു സമ്മാനം വാങ്ങിച്ചു കൊടുക്കുന്നതിൽ ഇപ്പോൾ എന്താ തെറ്റിരിക്കുന്നത്? അതിനിപ്പോൾ എന്തിനാണ് സമയവും കാലവും തീയതിയും ഒക്കെ കുറിക്കേണ്ടത്? അപ്പോൾ ശിവാനി പറയണേ, നിങ്ങൾക്കെന്താ എൻ്റെ ഭർത്താവ് എനിക്കൊരു സമ്മാനം വാങ്ങിച്ചതിലിപ്പോൾ എന്താണാവോ ഇത്ര പറയാനുള്ളത്? നിനക്ക് നിൻ്റെ ഭർത്താവ് സമ്മാനം വാങ്ങിച്ചു തന്നതിൽ ഒരു തെറ്റുമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയും സാഹചര്യവും ഒന്നും മനസ്സിലാക്കാതെ ഇവൻ ഇങ്ങനെ ഒരു നെക്ലേസ് വാങ്ങേണ്ട എന്താവശ്യമാണുള്ളത് എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ പ്രണവ് അതൊക്കെ ഒരു പുച്ഛഭാവത്തോടു കൂടിയാണ് കേട്ടോണ്ട് നിൽക്കുന്നത്. ശിവാനിയും രേണുകയും ഒക്കെ അങ്ങനെയാണ് കേട്ടോണ്ട് നിൽക്കുന്നത്. അപ്പോൾ വസുന്ധര പറയണേ, നിൻ്റെ പേരിലേക്ക് ഈ വീടും സ്ഥലവും സ്വത്തുക്കളും കമ്പനിയും ഒക്കെ ആയി എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? നീ അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ പ്രണവ്, നിൻ്റെ തലയിലേക്ക് ഒരു വലിയ ഭാരമാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. നീ കമ്പനിയിൽ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് നീ സ്വന്തം വരുമാനത്തിൽ കമ്പനിക്ക് നേട്ടം കൊണ്ടുവരണം. എന്നിട്ട് അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് ഭാര്യയ്ക്ക് സമ്മാനവും നേട്ടവും ഒക്കെ കൊടുക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുകയല്ല വേണ്ടത്. എൻ്റെ പൊന്നാൻറ്റി, ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചോളാം. നാളെ മുതൽ ഞാൻ ഓഫീസിലേക്ക് പോയി തുടങ്ങുകയും ചെയ്യും. ഇതിപ്പോൾ ശിവാനി എനിക്ക് വേണ്ടി അത്രമാത്രം അധികം കഷ്ടപ്പെട്ടതിന് ഞാൻ ഒരു ചെറിയ സമ്മാനം വാങ്ങിച്ചു കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ വസുന്ധര പറയണേ, നീ ഇപ്പോൾ തിരിച്ച് ഈ വീട്ടിലേക്ക് വന്നു കയറിയത് കൊണ്ടുള്ള സഹായമാണ് ശിവാനി ചെയ്തത് എന്നുള്ള പേരിലാണ് നീ ഇപ്പോൾ ഇവൾക്ക് ഇങ്ങനെ ഒരു സമ്മാനം വാങ്ങിച്ചു കൊടുത്തതെങ്കിൽ ഇനിയും ഒരുപാട് സമ്മാനങ്ങൾ നീ ഇവൾക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ. എനിക്ക് വേണ്ടി ജയിലിൽ പോയി കിടന്ന CKCക്ക് നീ സമ്മാനം വാങ്ങിച്ചു കൊടുക്കേണ്ടേ? നിനക്കും ഇവൾക്കും ഒരു അമ്മയുടെ സ്നേഹം തന്ന് ഒരു അഭയം തന്ന ജ്യോതിർമയെ നിനക്ക് അങ്ങനെ മറന്നു കളയാൻ പറ്റുമോ? അതൊക്കെ പോട്ടെ, CKCക്കും ജ്യോതിർമയ്ക്കും നിനക്ക് വേണ്ടി ഞാൻ ഓരോ സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത എന്നെ നിനക്ക് മറക്കാൻ പറ്റുമോ? ഞാനും ജ്യോതിർമയും CKCയും നിനക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇവള് നമ്മളോടൊപ്പം നിന്നു എന്നല്ലാതെ ഇവൾ എന്ത് മലമറിച്ചു എന്നാണ് നീ പറയുന്നത്? എൻ്റെ ആൻറ്റി, ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടാക്കല്ലേ. ഞാൻ എൻ്റെ ഒരു ചെറിയ സന്തോഷത്തിന് ചെയ്തതാണ് എന്നും പറഞ്ഞ് ശിവാനിയും കൊണ്ട് പ്രണവ് പോവണം. പിന്നീട് നിധിയും ഗൗതമും ഹോസ്പിറ്റലിൽ എത്തുകയാണ്. എന്നിട്ട് നിർമ്മലയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഡോക്ടർ ഒരു തവണ വന്ന് സീരിയസ് ആണെന്നാണ് പറഞ്ഞത്, മറ്റൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല. പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പാർവതിയെ. അങ്ങനെ ഗൗതം ടെൻഷനായിട്ടാണ് കേട്ടോ ഐസിയുവിനകത്തേക്ക് നോക്കുന്നത്. അപ്പോൾ നിധി പറയണ, ടെൻഷൻ ആവല്ലേ ഗൗതം, ഒന്നും സംഭവിക്കില്ല അമ്മയ്ക്ക്. അപ്പോൾ ഗൗതം നിർമ്മലയോട് ചോദിക്കുകയാണ്, എന്താണ് ഉണ്ടായത് അമ്മേ?
അമ്മേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും അമ്പലത്തിലേക്കല്ലേ പോയത്, പിന്നെ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ നിർമ്മല പറയാണ് ഞങ്ങൾ അമ്പലത്തിലേക്കൊക്കെ പോയി, പക്ഷെ അവിടെ വെച്ചല്ല ഇത് സംഭവിച്ചത്. ഞങ്ങൾ രണ്ടുപേരും പാർവതിയുടെ മാല പണയം വെച്ച ശേഷം തിരിച്ചു വരുന്ന വഴിക്കാണ് ഇത് സംഭവിച്ചത്. അത് കേട്ടപ്പോൾ നിധി എന്താ അമ്മ പറഞ്ഞത്, അമ്മ മാല പണയം വെച്ചു എന്നോ? അപ്പോൾ ഗൗതം എന്തിനാണ് അമ്മ മാല പണയം വെച്ചത്? അപ്പോൾ നിർമ്മല പെട്ടെന്ന് അങ്ങ് പതറുകയാണ്. എന്നിട്ട് പറയണേ ഞാൻ പറഞ്ഞതാണ്, ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാണ്, നിങ്ങളൊക്കെ അറിഞ്ഞാൽ വഴക്ക് പറയുമെന്നും ഞാൻ പറഞ്ഞതാണ്. എന്നിട്ട് എൻ്റെ മാല പണയം വെച്ചോ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പാർവതി കേട്ടില്ല. എന്നിട്ട് പാർവതിയുടെ മാല പണയം വെച്ച ശേഷം ആ കാശുമായിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ വെച്ച് സംഭവിച്ചത്. പാർവതി പറഞ്ഞത് ഗൗതം ഒരുപാട് കാശ് കണ്ട് വളർന്നവനാണ്, അവന് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും വരരുത് എന്നൊക്കെ പറഞ്ഞാണ് ഈ മാല പണയം വെച്ചത്. അത് കേട്ടപ്പോൾ പറയണ അമ്മ എന്നോട് പറഞ്ഞതാണ്, അച്ഛൻ അമ്മയുടെ കഴുത്തിൽ താലി കെട്ടിയ ശേഷം ഒരു പ്രാവശ്യം പോലും ഈ മാല കഴുത്തിൽ നിന്നും ഊരിയിട്ടില്ല എന്ന്. ആ താലിമാല അച്ഛൻ കെട്ടിയ ആ താലിമാല കഴുത്തിൽ നിന്ന് ഊരിയത് കൊണ്ടാണ് അമ്മയ്ക്ക് നെഞ്ചുവേദന വന്നത്. അത് കേട്ടപ്പോൾ നിർമ്മല പറയണ നെഞ്ചുവേദന വന്നത് അതുകൊണ്ടൊന്നുമല്ല, പ്രണവാണ് അതിന് കാരണക്കാരൻ. നെഞ്ചുവേദന വന്നത് പ്രണവ് കാരണമാണ്. ഞങ്ങൾ വരുന്ന വഴിയിൽ വെച്ച് പ്രണവിനെ കണ്ടിരുന്നു എന്നും പറഞ്ഞ് കാര്യങ്ങളൊക്കെ വിശദാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് പാർവതി പ്രണവിൻ്റെ കാരണം നോക്കി പൊട്ടിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമാക്കി കൊടുക്കുകയാണ്. അത് കേട്ടപ്പോൾ ഗൗതമും നിധി അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ഗൗതം പറയണേ ഞങ്ങൾ രണ്ടുപേരെയും ടോർച്ചർ ചെയ്തത് പോരാഞ്ഞിട്ടാണോ ഇപ്പോൾ അവൻ എൻ്റെ അമ്മയുടെ നേരെ തിരിഞ്ഞത്? അവൻ എന്താ ഭ്രാന്താണോ, അവന് ഭ്രാന്ത് പിടിച്ചോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഡോക്ടർ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഗൗതം കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ ഒരു മൈനർ അറ്റാക്കാണ്, ഇപ്പോൾ ഹാർട്ട് അറ്റാക്കാണ് ഉണ്ടായത് എന്ന് കേട്ടതോടുകൂടി ഗൗതമും നിർമ്മലയും നിധിയൊക്കെ അങ്ങ് ഞെട്ടിപ്പോവാണ്. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ഒബ്സർവേഷനിലാണ്, 4 മണിക്കൂർ കഴിഞ്ഞ ശേഷം എന്തെങ്കിലും പറയാം എന്ന് പറഞ്ഞ് ഡോക്ടർ പോവാണ്. അപ്പോഴത്തേക്കും മരുന്ന് കൊടുക്കാനുള്ള ലിസ്റ്റ് നഴ്സ് കൊടുക്കണം. അങ്ങനെ നിധി മരുന്ന് വാങ്ങാൻ പോവാണ്. പോവേണ്ട നിധി, ഞാൻ പൊയ്ക്കോളാം, ഇവിടെ എന്തെങ്കിലും ഒരു സഹായം വേണ്ടി വന്നാൽ നീയാണ് നല്ലത്, ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് നിധിയുടെ കയ്യിൽ നിന്നും ലിസ്റ്റ് വാങ്ങിയ ശേഷം ഗൗതം പോവാണ്. അപ്പോൾ നിർമ്മല പറയണേ ഗൗതമിന് പാർവതിക്ക് ഇങ്ങനെ പറ്റിയതോടുകൂടി എന്ത് വിഷമമാണ്, അവൻ്റെ മനസ്സിൽ എന്ത് വേദനിച്ചിട്ടുണ്ട്, അവൻ്റെ ടെൻഷൻ കണ്ടില്ലേ, നിങ്ങളുടെ ഈ സ്നേഹത്തിൻ്റെ ഇടയിലേക്ക് ഞാൻ ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു. അങ്ങനെ വിഷമത്തോടു കൂടിയാണ് നിധിയും നിർമ്മലയും ഗൗതമും ഉള്ളത്. ഈ സമയം രാത്രിയാകുമ്പോൾ ശിവാനിയും കാത്ത് ബെഡ്റൂമിലിരിക്കുകയാണ്. എന്താണാവോ ശിവാനി വരാത്തത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട്. അപ്പോഴത്തേക്കും ശിവാനി പാലുമായിട്ട് വരികയാണ്. അങ്ങനെ പ്രണവ് ശിവാനിയെ കണ്ടതോടുകൂടി ഡോറ് കുറ്റിയിടുകയാണ്. എന്നിട്ട് പറയണേ നീ പറഞ്ഞിരുന്നല്ലോ എന്നോട് നമുക്ക് ഈശ്വരമംഗലത്തേക്ക് എല്ലാ അധികാരത്തോടു കൂടിയും നമ്മൾ ഇവിടേക്ക് വന്നതിൻ്റെ ശേഷം മാത്രമാണ് നമുക്ക് ബെഡ്റൂമിൽ ഒരു സന്തോഷമുണ്ടാകൂ എന്ന്. അതിപ്പോൾ എന്തായാലും സാധിച്ചല്ലോ. അപ്പോൾ ശിവാനി പറയണേ ഇനിയിപ്പോൾ അതിനൊരു തടസ്സം വേണ്ട, ആദ്യം ഈ പാല് കുടിച്ച് അതിൻ്റെ പാതി എനിക്ക് താ. അങ്ങനെ ശിവാനിയും ആ പാല് കുടിച്ച ശേഷം പ്രണവ് പറയണ ഇന്നലെയായിരുന്നു നമ്മളിത് ആഘോഷിക്കേണ്ടിയിരുന്നത്. അപ്പോൾ ശിവാനി പറയണ അതിന് പാർട്ടി കഴിഞ്ഞ് സ്വബോധത്തിലാണെങ്കിലല്ലേ പ്രണവേ ഇതൊക്കെ ആഘോഷിക്കാൻ കഴിയൂ. അപ്പോൾ പ്രണവ് പറയണേ എങ്കിൽ ഇന്നലത്തെ ആ നഷ്ടം കൂടി ഇന്നങ്ങ് നികത്തിയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ സന്തോഷിക്കാൻ ഒരുങ്ങുന്നത്. ഈ സമയം ഗൗതം പാർവതിയെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയം ശിവാനിയും പ്രണവും റൊമാൻസിലാവുകയാണ്. അപ്പോൾ ശിവാനി പ്രണവിനോട് പറയാണ് പ്രണവ് ഞാനൊരു കാര്യം പറയട്ടെ, നാളെ മുതൽ പ്രണവ് കമ്പനിയിലേക്ക് പോകുമ്പോൾ എല്ലാ അധികാരത്തോടു കൂടിയാണ് പ്രണവ് കമ്പനിയിലേക്ക് പോകുന്നത്. കമ്പനിയിൽ എന്തെല്ലാമാണോ പ്രണവ് തീരുമാനിക്കുന്നത് അതാണ് നടക്കൂ. പ്രണവ് പറയുന്നതിൻ്റെ അപ്പുറം ഇനി അവിടെ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ എല്ലാ അധികാരത്തോടു കൂടിയാണ് പ്രണവ് നാളെ ഓഫീസിലേക്ക് പോകുന്നത്. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എനിക്കിപ്പോൾ കിട്ടിയ എല്ലാ സ്വത്തുക്കളേക്കാളും എല്ലാത്തിനേക്കാളും വലുത് നീയാണ് ശിവാനി, എൻ്റെ ഭാഗ്യം നീയാണ് ശിവാനി എന്ന് പറഞ്ഞ് ശിവാനിയെ ഉമ്മ വയ്ക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്കും ശിവാനി അത് തടയുകയാണ്. അപ്പോൾ പ്രണവ് എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ അല്ല പ്രണവ് ഞാനൊരു കാര്യം പറയട്ടെ, എന്താണെങ്കിലും നീ ചോദിച്ചോ, നാളെ പ്രണവ് കമ്പനിയിലേക്ക് പോകുമ്പോൾ ഞാൻ കൂടി പ്രണവിനോടൊപ്പം വന്നോട്ടെ, അതിനെന്തത്ര ചോദിക്കാനിരിക്കുന്നത്, അത് നിൻ്റെ അവകാശമല്ലേ, നീ ഉറപ്പായും എന്നോടൊപ്പം നാളെ വന്നേക്കും. അത് കേട്ടപ്പോൾ ശിവാനിക്ക് നല്ല സന്തോഷമാവാണ്. അപ്പോൾ ശിവാനി പ്രണവിനെ അങ്ങ് ഉമ്മ വയ്ക്കുകയാണ്. അപ്പോഴത്തേക്കും പ്രണവും ശിവാനിയെ തിരിച്ച് ഉമ്മ വയ്ക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി റൊമാൻസിലാവുകയാണ്. ആ സമയത്തൊക്കെ ഐസിയുവിനകത്ത് പാർവതി എങ്ങോട്ടൊന്നുമില്ലാതെ ജീവന് വേദമില്ലാതെ കിടക്കുകയാണ്. അപ്പോഴത്തേക്കും നിധി ഗൗതമിനോട് പറയാണ് ഗൗതം കുറേ നേരമായില്ലേ ഇവിടെ നിൽക്കുന്നു, ഒന്ന് തല ചായ്ക്കാം, എൻ്റെ മടിയിൽ ഒന്ന് തല ചായ്ച്ചേക്ക് എന്ന് പറയട്ടോ. അങ്ങനെ നിധിയുടെ മടിയിൽ ഗൗതം തല ചായ്ക്കുകയാണ്. അപ്പോഴൊന്നും ഗൗതമിന് ഉറക്കം പോലും കിട്ടുന്നില്ല. ഈ സമയത്തൊക്കെ ശിവാനിയും പ്രണവും അവർ തമ്മിൽ റൊമാൻസിലാണ്. അപ്പോഴൊക്കെ ഗൗതമിനും നിധിയും പാർവതിയെ ഓർത്ത് വിഷമിച്ച് ഉറക്കമില്ലാതെ ഇരിക്കുകയാണ്. അതേ ദിവസം രാവിലെ ശിവാനിയും പ്രണവും വസുന്ധരയും ഓഫീസിലെത്തുകയാണ്. അപ്പോൾ സെക്യൂരിറ്റിയെ നോക്കുമ്പോൾ
കാണാനില്ല. അപ്പോഴത്തേക്കും ഇവരെ കണ്ടപ്പോൾ സെക്യൂരിറ്റി ഓടി വരികയാണ്. അപ്പോൾ വസുന്ധര അങ്ങ് ദേഷ്യപ്പെടുകയാണ്. നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ന്യൂസ് പേപ്പർ കളക്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഇവിടെ കളക്ട് ചെയ്യാൻ മറ്റുള്ളവരുണ്ട്. നീ സെക്യൂരിറ്റിയുടെ ജോലി ചെയ്താൽ മതി. ഗൗതം ഇവിടെ ഉണ്ടായിരുന്ന ആ സ്വാതന്ത്ര്യം എന്തായാലും ഇനി ഇവിടെ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഓരോരുത്തർ ചെയ്യേണ്ട ജോലി ഓരോരുത്തർ ചെയ്താൽ മാത്രമാണ് അവരവർക്ക് ഇവിടെ ജോലി ഉണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞു വിടും എന്നൊക്കെ പറഞ്ഞ് വസുന്ധര ഓഫീസിനകത്തേക്ക് കയറാൻ പോവാട്ടോ. അപ്പോഴത്തേക്കും പ്രണവ് ഒപ്പം പോകുന്ന സമയത്ത് ശിവാനി അങ്ങ് തടയാണ്. എന്നിട്ട് എല്ലാം അങ്ങ് ഭരിക്കാമെന്നുള്ള വിചാരത്തിലാണല്ലോ വസുന്ധരാൻ്റി നടക്കുന്നത്. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പ്രണവിനോട് പറയുമ്പോൾ പ്രണവ് വാ നമുക്കെല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവരും വസുന്ധരയോടൊപ്പം പുറകെ ചെല്ലുന്നത്. അപ്പോൾ വസുന്ധര പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ശിവാനിയും പ്രണവും എന്തോ രഹസ്യം പറയുന്നതും മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ വസുന്ധര ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്, നിങ്ങൾ കയറുന്നില്ലേ എന്ന് ചോദിക്കട്ടോ. അങ്ങനെ പ്രണവും ശിവാനിയും വസുന്ധരയോടൊപ്പം ഓഫീസിനകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് വസുന്ധര ചോദിക്കുകയാണ്, എന്താ എന്നെക്കുറിച്ചാണോ നിങ്ങൾ രണ്ടുപേരും ഒരു രഹസ്യം പറച്ചിലുണ്ടായിരുന്നല്ലോ? രഹസ്യമൊന്നുമില്ല ആൻറ്റി, ഞങ്ങൾ ഗൗതമിന് ഒരു അവകാശവും ഇല്ലാത്ത ഈ ഓഫീസിലേക്ക് ഞങ്ങൾ കയറിയതിൻ്റെ സന്തോഷം പറഞ്ഞതാണ്. അതെ പ്രണവ്, നീ പറഞ്ഞത് ശരിയാണ്, ആ ഒരു സന്തോഷം എനിക്കുമുണ്ട്. അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ്, നിങ്ങളുടെ സന്തോഷമൊക്കെ ഞാൻ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ കളഞ്ഞു തരാം. എന്നിട്ട് വസുന്ധര പറയണേ, നമുക്ക് എല്ലാവർക്കും ഗൗതമിനോട് ദേഷ്യം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല, ഗൗതമിൻ്റെ മിടുക്ക്, ബിസിനസ്സിൽ അവൻ്റെ ഓരോ നീക്കങ്ങളും അത് ഞാൻ പറയേണ്ടതില്ലല്ലോ പ്രണവ്, നീ അവൻ്റെ കൂടെ കുറച്ചൊക്കെ ജോലി ചെയ്തതല്ലേ, അവൻ ഓരോന്ന് ചെയ്യുന്നത് പോലെ നീയും അതുപോലെ ചെയ്ത് ബിസിനസ് ഉയർത്താൻ നോക്കണം. അത് ശിവാനിക്ക് ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ. വസുന്ധര ഗൗതമിനെ ബിസിനസ്സിൽ പുകഴ്ത്തി സംസാരിക്കുന്നത് കേട്ടപ്പോൾ അപ്പോൾ ശിവാനി പറയണേ, അതെന്തിനാ ഗൗതമിനെ കണ്ട് പഠിക്കണമെന്ന് പറയുന്നത്? എന്താ പ്രണവിന് ബുദ്ധിയില്ലേ, പ്രണവിന് ഐഡിയ ഇല്ലേ? പ്രണവിൻ്റെതായ ഓരോ ഐഡിയകൾ ഉണ്ടാകുമല്ലോ. ഗൗതം ഒരു സമയത്ത് എല്ലാം ഉപേക്ഷിച്ച് ഈ ബിസിനസ്സിൽ നിന്നും പോയ സമയത്ത് അത് ഉയർത്തി ഒരു സക്സസ് രീതിയിൽ എത്തിച്ചത് പ്രണവ് തന്നെയല്ലേ? അത് കേട്ടപ്പോൾ വസുന്ധര പറയണ, ശിവാനി നീ ഒന്നും മിണ്ടാതിരിക്കെ, ബിസിനസ്സിനെ കുറിച്ച് നിനക്ക് ഒന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ അത് കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ നീ ശ്രദ്ധിക്കുക. ഞാൻ എന്തായാലും സ്റ്റാഫുകളോട് എല്ലാവരോടും നീയാണ് ഇനി ചെയർമാൻ പോസ്റ്റിലേക്ക് ഇരിക്കാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞോളാം, നീ വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി വസുന്ധരയോടൊപ്പം പോവുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന സമയത്ത് സ്റ്റാഫുകളെ ഒന്നും കാണുന്നില്ല. അപ്പോൾ വസുന്ധര എവിടെ പോയി, ഇത്രയും നേരമായിട്ട് സ്റ്റാഫുകൾ ആരും വന്നില്ലേ എന്ന് പറഞ്ഞതോടുകൂടി പെട്ടെന്നാണ് ഒരു പൊട്ടലോടുകൂടി മിനുക്കങ്ങൾ വന്ന് താഴേക്ക് വീഴുന്നത്. അപ്പോൾ അവരെ വരവേൽക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റാഫുകൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് എല്ലാവരും കൂടി പ്രണവിനെ അങ്ങ് സ്വീകരിക്കുകയാണ്. എന്നിട്ട് ബൊക്ക കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് അതിലെ മറ്റൊരു സ്റ്റാഫ് ഇനി മേഡത്തിനോടാണ് പറയാനുള്ളത്, മേഡം ഒറ്റ ആൾ കാരണമാണ് ഗൗതമിൽ നിന്നും ഈ കമ്പനി നിങ്ങൾ തിരികെ വാങ്ങിയതും ഇപ്പോൾ അർഹതപ്പെട്ട ആൾക്ക് തന്നെ ഈ കമ്പനി സ്വന്തമായതും അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് ഈ മേഡത്തിനാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് അടുത്ത ബൊക്ക നേരെ വസുന്ധരയ്ക്ക് കൊടുക്കുന്നതിന് പകരം ശിവാനിക്ക് അങ്ങ് കൊടുക്കുക കേട്ടോ. അതോടുകൂടി വസുന്ധര അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ ഇതെന്താ ഇവരെല്ലാവരും എന്നെ ഒഴിവാക്കുന്നത് എന്നുള്ള മട്ടിൽ കേട്ടോ. എന്നിട്ട് ഇതിലെ സ്റ്റാഫ് പറയുകയാണ് വസുന്ധരയോട്, മേഡം സോറി, ഇതിനെല്ലാം തന്നെ ഇന്നലെ രാത്രിയിൽ തന്നെ ഇങ്ങനെയെല്ലാം ചെയ്യണം എന്നുള്ളതും ഇങ്ങനെ പ്ലാൻ ചെയ്തതും എല്ലാം ശിവാനി മേഡം വിളിച്ചു പറഞ്ഞു. അത് പ്രകാരമാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്, അല്ലാതെ മേഡം ഞങ്ങളെ വെറുതെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറയണ്. അങ്ങനെ പ്രണവിനും അപ്പോൾ ഒരു വസുന്ധരയെ ഒന്നുമല്ലാത്ത രീതിയിലാക്കിയത് കൊണ്ട് പ്രണവിന് ഒരു ചെറിയ ചമ്മലുണ്ട്. അപ്പോൾ പ്രണവ് പെട്ടെന്ന് നമുക്കിന്ന് രാഹുകാലം കഴിയുന്നതിൻ്റെ മുന്നേ ചെയർമാൻ പദവിയിലേക്ക് ഇരിക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്നും വസുന്ധരയും ശിവാനിയും കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ ശിവാനി പറയണ, ഒരു നിമിഷം പ്രണവ് എന്ന് പറയട്ടോ. എന്നിട്ട് ആ സ്റ്റാഫുകളോട് എല്ലാവരോടും പറയണേ, ഇതുവരെ ഈ കമ്പനി എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതൊന്നും ഞങ്ങൾ ചോദിക്കുന്നുമില്ല, ഞങ്ങളോട് പറയുകയും വേണ്ട. ഇനി മുതൽ ഈ കമ്പനി എങ്ങനെ നടത്തണം എന്നുള്ളതും എന്ത് ചെയ്യണം എന്നുള്ളതും ഒക്കെ ഞങ്ങളാണ് തീരുമാനിക്കുക. ഞങ്ങളെന്ന് ഉദ്ദേശിച്ചത് ഞാനും പ്രണവും മാത്രം, അല്ലാതെ മറ്റാരും എന്ത് പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. ഞങ്ങൾ എന്ത് പറയുന്നോ അതായിരിക്കണം ഇവിടെ നടക്കേണ്ടത് എന്ന് പറയുമ്പോൾ വസുന്ധര പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാണ്. ഇവളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു ചാടി എന്നുള്ള ഭാവത്തിലോട്ട്. അപ്പോൾ വസുന്ധരയെ കമ്പനിയിലെ ഒരു സ്റ്റാഫ് പോലും ആക്കാതെ വസുന്ധരയെ മുഴുവനായിട്ട് ശിവാനി അങ്ങ് തരം താഴ്ത്തുകയാണ്. അതോടുകൂടി വസുന്ധര അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് ശിവാനി പറയാണ്, ഇനി എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഗൗതമിനോട് ഇപ്പോഴും ഇതിലെ സ്റ്റാഫുകൾക്ക് ആർക്കെങ്കിലും കൂറുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും കിട്ടാനുള്ള എന്തെങ്കിലും ചില്ലറ വാങ്ങിയിട്ട് ഇവിടെ നിന്നും ഈ കമ്പനിയിൽ നിന്നും പെട്ടെന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളണം എന്നങ്ങ് പറയുന്നതോടുകൂടി വസുന്ധര ആകെ ഞെട്ടി നിൽക്കുകയാണ്. ശിവാനിയുടെ ആ പെട്ടെന്നുള്ള അധികാര കയ്യേറ്റം കാണുമ്പോൾ